എല്ലാവർക്കും ലിസ്ണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ചുറ്റും ദിവസവും നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ കാണുന്നുണ്ട്. ഒരിക്കൽ പോലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവയെല്ലാം എങ്ങനെ ഇത്രത്തോളം വ്യത്യസ്തമായി എന്ന്? നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് തന്മാത്രകൾ എന്ന അതിസൂക്ഷ്മമായിട്ടുള്ള കണങ്ങൾ കൊണ്ടാണ്. തന്മാത്രകളെ കുറിച്ച് വേറെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് തന്മാത്രകൾ രൂപം കൊണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകൾക്കും ഒരേ സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. തന്മാത്രകളെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ സാധിക്കും. ഇങ്ങനെ ചെറുതാക്കുമ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും ലഭിക്കുക? അതിസൂക്ഷ്മമായിട്ടുള്ള ആറ്റം എന്ന് പറയുന്ന കണമായിരിക്കും ലഭിക്കുക. ഇങ്ങനെ പദാർത്ഥങ്ങളെ കുറിച്ചും പദാർത്ഥങ്ങളുടെ സ്വഭാവങ്ങളെ കുറിച്ചുമെല്ലാം 1807 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഇതിനെ കുറിച്ചെല്ലാം ഒരു പഠനം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. തികച്ചും ലോജിക്കലായിട്ടുള്ള ഒരു സിദ്ധാന്തമായിരുന്നു ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം. ഈ അറ്റോമിക സിദ്ധാന്തത്തിൽ എന്തെല്ലാം ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് അടുത്തതായി നോക്കാം. 1807 ജോൺ ഡാൾട്ടൺ ആവിഷ്കരിച്ചിട്ടുള്ള അറ്റോമിക സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ടും 6 ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അവയെല്ലാം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഇതാണ് അദ്ദേഹം ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ആദ്യത്തെ പോയിന്റിൽ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ചു. അടുത്തതായിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. അതുപോലെ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം തന്നെ ഗുണത്തിലും വലുപ്പത്തിലും അതേപോലെ തന്നെ എന്താണ് മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഇതാണ് അദ്ദേഹം മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതിൽ എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. ഒന്നുകൂടെ പറയാം. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണവും മാസും ഉള്ളവയായിരിക്കും. ഇതാണ് അദ്ദേഹം നാലാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ലളിതമായിട്ടുള്ള ഒരു അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം. രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ലളിതമായിട്ടുള്ള ഒരു അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പ്രധാനമായിട്ടും 6 ആശയങ്ങളാണ് ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. ആദ്യമായിട്ട് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം തന്നെ ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതേപോലെ തന്നെ അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായിട്ടുള്ള അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്.
നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ജലം. ജലത്തിന് നമ്മൾ H2O എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂലകമുണ്ട്, അതേപോലെ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂലകങ്ങളുമുണ്ട്. ഈ രണ്ട് മൂലക ആറ്റങ്ങളും, ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും കൃത്യമായിട്ടുള്ള ഒരു ലളിതാനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് ജലം എന്ന് പറയുന്ന സംയുക്തം ഉണ്ടായിരിക്കുന്നത്. ഇത്രയാണ് അദ്ദേഹത്തിന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അസുഖമുണ്ടായിരുന്നു. ഇതിനെ നമ്മൾ അതുകൊണ്ട് ഡാൽട്ടനിസം എന്നാണ് പറയുന്നത്. ജോൺ ഡാൾട്ടന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അസുഖമുണ്ടായിരുന്നു. ഇതിനെ നമ്മൾ ഡാൽട്ടനിസം എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. അറ്റോമിക സിദ്ധാന്തം നിലനിൽക്കെ തന്നെ പദാർത്ഥങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചെല്ലാം ഒരുപാട് ശാസ്ത്രജ്ഞർ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലെല്ലാം നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ഇതിൽ ചിലതാണ് നന്നായിട്ട് എണ്ണമയമില്ലാത്ത ഒരു മുടിയിൽ ഒരു ചീർപ്പെടുത്തിട്ട് നന്നായിട്ട് ഉരച്ചുകയാണ്. അതിനുശേഷം കുറച്ച് പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തേക്ക് അത് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പേപ്പർ കഷ്ണങ്ങൾ ചീർപ്പിനടുത്തേക്ക് വരുന്നതായിട്ട് കാണാം. അതായത് അവയ്ക്കിടയിൽ ഒരു ആകർഷണ ബലം ഉള്ളതായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇവയ്ക്കെല്ലാം പിന്നിലുള്ള പ്രവർത്തനം എന്താണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇവ തമ്മിൽ ഈ ആകർഷണ ബലം ഉണ്ടാകുന്നത്, ഇവയെ കുറിച്ചെല്ലാം ഒരുപാട് ശാസ്ത്രജ്ഞർ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞരെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്കൽ ഫാരഡെ എന്ന സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് മൈക്കൽ ഫാരഡെ. ആരാണ് അദ്ദേഹം? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൈക്കൽ ഫാരഡെ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം നടത്തിയിരുന്നത് ലിക്വിഡ്സിലായിരുന്നു. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു, ആരാണ്? ഹംഫ്രി ഡേവി. ഇദ്ദേഹവും ഹംഫ്രി ഡേവിയെ പോലെ തന്നെ ലിക്വിഡ്സിലൂടെയായിരുന്നു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് തന്റെ പരീക്ഷണങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഇങ്ങനെ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചില ദ്രാവക പദാർത്ഥങ്ങളിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ അവയെ ഘടകങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഈ ഒരു പ്രക്രിയയെ അദ്ദേഹം വൈദ്യുത വിശ്ലേഷണം എന്ന് പേരിട്ട് വിളിച്ചു. വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ്. അദ്ദേഹം എന്താണ് ചെയ്തത്? ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ, കറന്റ് കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ചില പദാർത്ഥങ്ങൾ അവയുടെ ഘടകങ്ങളായിട്ട് വേർതിരിഞ്ഞു. ഈ ഒരു പ്രക്രിയയെ അദ്ദേഹം വൈദ്യുത വിശ്ലേഷണം എന്ന് വിളിച്ചു, അഥവാ ഇലക്ട്രോളിസിസ്. പക്ഷെ ഇതിന് കാരണമായിട്ടുള്ള വസ്തുതകളെ കുറിച്ചൊന്നും വ്യക്തമാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൻറിച്ച് ഗ്ലീസർ എന്ന സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. തൊട്ടു മുന്നേ പറഞ്ഞ ഹംഫ്രി ഡേവിയും മൈക്കൽ ഫാരഡെ, ഈ രണ്ട് സയന്റിസ്റ്റുകളും ലിക്വിഡ്സിലായിരുന്നു അവരുടെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. പക്ഷെ ഹെൻറിച്ച് ഗ്ലീസർ തന്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് വാതകങ്ങളിലായിരുന്നു. ഇദ്ദേഹമാണ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. വാക്വം ട്യൂബ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഗ്ലീസർ ആണ്. ഈ വാക്വം ട്യൂബിന്റെ ആവിർഭാവത്തിലൂടെ ഇദ്ദേഹം ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചു. എന്താണത്? വാതകത്തിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞതും ഇദ്ദേഹമാണ്. അപ്പം ഹെൻറിച്ച് ഗ്ലീസർ തന്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് വാതകങ്ങളിലായിരുന്നു. അദ്ദേഹമാണ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. വാക്വം ട്യൂബിന്റെ ആവിർഭാവത്തിലൂടെ എന്ത് തിരിച്ചറിഞ്ഞു അദ്ദേഹം? വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലിയസ് പ്ലക്കർ എന്ന സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും? വൈദ്യുത ഡിസ്ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയും. വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത്. ഇതിനെ നമ്മൾ വൈദ്യുത ഡിസ്ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയുന്നു. ഇങ്ങനെ വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ, ശ്രദ്ധിക്കുക, വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ള മർദ്ദം ഒരു പരിധിയിൽ കുറയുമ്പോൾ, അതായത് ഒരു പരിധിയിലും കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിന്റെ വശങ്ങളിൽ ഒരു പ്രത്യേക തിളക്കം കാണുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു.
അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കാന്തം എടുത്തിട്ട് അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതായത് തിളക്കം കാന്തത്തിന്റെ ആകർഷണ വലയത്തിന് ഉള്ളിലാവുന്ന രീതിയിൽ ഒരു കാന്തം അദ്ദേഹം കൊണ്ടുപോയി. അപ്പൊ എന്താണ് സംഭവിച്ചത്, തിളക്കത്തിന്റെ സ്ഥാനം മാറുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഇതിൽ നിന്നും അദ്ദേഹം ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. എന്തായിരുന്നു അത്? അതായത് ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന, അതായത് തിളക്കത്തിന് കാരണമായിട്ടുള്ള രശ്മികളിൽ ഒരു വൈദ്യുത ചാർജിന്റെ സാന്നിധ്യമുണ്ട് എന്നതിന്റെ തെളിവായിരുന്നു ആ സ്ഥാനത്തിലുള്ള മാറ്റം. അപ്പൊ നമ്മൾ പറഞ്ഞു ജൂലിയസ് പ്ലക്കർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത സയന്റിസ്റ്റ്. നമുക്കറിയാം വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയും. വാതകങ്ങളിലൂടെയുള്ള ഈ ഡിസ്ചാർജ് നടക്കുമ്പോൾ, വാതകങ്ങളിൽ ഈ ഡിസ്ചാർജ് നടക്കുമ്പോൾ ഒരു പരിധിയിൽ കുറവായിട്ട് മർദ്ദം വരുമ്പോൾ ഈ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് വശങ്ങളിലായിട്ട്, ഗ്ലാസ് ട്യൂബിന്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം എന്തു ചെയ്തു? ആ തിളക്കം കാണുന്ന ഇടത്തിൽ ഒരു കാന്തം കൊണ്ടുപോയി വെച്ചപ്പോൾ തിളക്കത്തിന്റെ സ്ഥാനം മാറുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിലൂടെ അദ്ദേഹം എന്ത് അനുമാനത്തിലെത്തി? ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കത്തിന് കാരണമായിട്ടുള്ള രശ്മികളിൽ ഒരു വൈദ്യുത ചാർജിന്റെ സാന്നിധ്യമുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വില്യം ക്രൂക്സ് എന്ന സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. ആദ്യമേ പറഞ്ഞു നമ്മള് ഗ്ലീസറുടെ ഒരു വാക്വം ട്യൂബിനെ കുറിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹമാണ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു. 1875 ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ചിട്ട് 1875 ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ചിട്ട് ക്രൂക്സ് ഒരു പരീക്ഷണം നടത്തി. എന്തിനെ കുറിച്ച്? വാതകങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് വില്യം ക്രൂക്സ് ഒരു പരീക്ഷണം നടത്തി. ഇതിൽ നിന്നും അദ്ദേഹം ഒരുപാട് അനുമാനങ്ങളിൽ എത്തിച്ചേർന്നു. ഇദ്ദേഹം കാഥോഡ് റേ ട്യൂബുകളിലാണ് പരീക്ഷണം നടത്തിയത്. ഇതിൽ മർദ്ദം കുറയ്ക്കുമ്പോൾ ട്യൂബിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നെല്ലാം അദ്ദേഹം നിരീക്ഷിച്ചു. അതേപോലെ കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെ കുറിച്ചും അദ്ദേഹം പഠനം നടത്തി. ഇതിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കും. അതേപോലെ ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള സബ് അറ്റോമിക് കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കും. അതേപോലെ ആറ്റം നിർമ്മിതമായിരിക്കുന്നത് എന്താണ്? ആറ്റത്തെക്കാളും ചെറുതായിട്ടുള്ള സബ് അറ്റോമിക കണങ്ങൾ കൊണ്ടാണ്. വില്യം ക്രൂക്സ് കാഥോഡ് റേ ട്യൂബ്സിലാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. ഇതെല്ലാം ഈ കാഥോഡ് റേ ട്യൂബ്സ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും ടിവിയുടെ പിക്ചർ ട്യൂബുകളിൽ, അതേപോലെ എക്സ്റേ ട്യൂബുകളിലെല്ലാം കാഥോഡ് റേ ട്യൂബ്സ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഡിസ്ചാർജ് ട്യൂബിലായിരുന്നു ചെയ്തിരുന്നത്. എന്താണ് ഇദ്ദേഹം നടത്തിയത്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചിട്ട് ആനോഡ് രശ്മികൾ ഉണ്ടാക്കി. ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിന്റെ സവിശേഷതകൾ പഠിച്ചിട്ട് ഒരു പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ആര്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജെ തോംസൺ എന്ന സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. ശാസ്ത്രലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജെ തോംസൺ. ഇദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളാണ് ആറ്റത്തെ കുറിച്ചിട്ട് അതുവരെ ഉണ്ടായിരുന്ന ധാരണകളെല്ലാം തന്നെ തിരുത്തപ്പെടാനും പുതിയ ധാരണകൾ രൂപകൽപ്പന ചെയ്യാനും സഹായിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികളില് നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളില് നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ കണങ്ങൾക്ക് മാസും ഊർജവും ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇങ്ങനെ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന കണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ആണെന്ന് അദ്ദേഹം തെളിയിച്ചു.
അതേപോലെ തന്നെ ഈ കണങ്ങൾക്ക് മാസും ഊർജവും ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏതൊരു വാതകം എടുത്തിട്ട് ഡിസ്ചാർജ് നടത്തിയാലും, ശ്രദ്ധിക്കുക, ഏതൊരു വാതകം എടുത്തിട്ട് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തു പറഞ്ഞു? എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതുഘടകമാണ് ഇത്. എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള ഒരു പൊതുഘടകമാണ് ഈ നെഗറ്റീവ് ചാർജുള്ള കണം. ദെൻ 1897 ഈ ജെ തോംസന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ശാസ്ത്രലോകം അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ ആറ്റത്തെ വിഭജിക്കാനാവുമെന്നും തെളിഞ്ഞു. ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള, അദ്ദേഹം പറഞ്ഞു, നെഗറ്റീവ് ചാർജുള്ള ഒരു കണം ഉണ്ടായിരിക്കും. ആ കണത്തിന് മാസും ഊർജവും ഉണ്ടായിരിക്കും. അതേപോലെ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള ഒരു പൊതുഘടകമായിരിക്കും ഇത്. ഇവ ആറ്റത്തെക്കാൾ സൂക്ഷ്മ കണങ്ങളായിരിക്കും. ഇത്രയും കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ കണങ്ങൾ ആറ്റത്തിന്റെ ഭാഗവുമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ദെൻ 1897 ജെ തോംസന്റെ ഈ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം അംഗീകരിക്കുകയാണ്. അതിനുശേഷം എന്ത് പറയപ്പെട്ടു? ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിഞ്ഞു. അങ്ങനെ ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജുള്ള ഈ കണങ്ങളെ എന്ത് പേരിട്ട് വിളിച്ചു? ഇലക്ട്രോൺ. അപ്പം ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ഇലക്ട്രോൺ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇതിന് മാസും ഊർജവും ഉണ്ടായിരിക്കും. ഇത് ആറ്റത്തെക്കാൾ ഒരു സൂക്ഷ്മ കണമാണ്. അതേപോലെ തന്നെ ആറ്റത്തിന്റെ ഭാഗവുമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ജെ തോംസൺ തന്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. തൊട്ടു മുന്നേ ഞാൻ ജെ തോംസണിനെ കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെ കണ്ടെത്തലോട് കൂടിയിട്ട് ആറ്റങ്ങളിൽ മറ്റു കണങ്ങളും ഉണ്ടായിരിക്കും. അവയെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. വളരെ മുന്നേ തന്നെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആധികാരികമായിട്ട് ഒരു ശാസ്ത്രജ്ഞന്മാരും തെളിയിച്ചിരുന്നില്ല. ഇത് ആധികാരികമായിട്ട് തെളിയിച്ച സയന്റിസ്റ്റ് ആണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഇതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ നേർത്ത സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടു. വളരെ നേർത്ത സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടു. ദെൻ ആ സ്വർണ്ണത്തകിടിലൂടെ പുറത്തേക്ക് വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റില്, ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമില് അദ്ദേഹം പതിപ്പിച്ചു. ഇതിൽ നിന്നും ഇവയെ ഒബ്സർവ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം കുറച്ചു നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. എന്തൊക്കെയായിരുന്നു ആ നിഗമനങ്ങൾ? ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. അതേപോലെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടായിരിക്കുമെന്നും അദ്ദേഹം സമർത്ഥിച്ചു. ഇങ്ങനെ ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്തിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അദ്ദേഹം ഈ പരീക്ഷണത്തിലൂടെ എന്തൊക്കെയാണ് കണ്ടെത്തിയത്? ആറ്റത്തിന്റെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമായിരിക്കും. അതേപോലെ പോസിറ്റീവ് ചാർജ് എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അതിനെ അദ്ദേഹം ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ദെൻ 1911 എന്ത് സംഭവിച്ചു? ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു. 1911 ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള ഒരു കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു. തുടർന്ന് അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ 1920 പോസിറ്റീവ് ചാർജിന് കാരണമായിട്ടുള്ള കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിക്കപ്പെട്ടു. 1920 പോസിറ്റീവ് ചാർജിന് കാരണമായിട്ടുള്ള കണങ്ങളെ പ്രോട്ടോൺ ആണ് എന്ന് തെളിയിക്കപ്പെട്ടു. ഇതിന്റെ പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യമായിരിക്കും. പക്ഷെ ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമായിരിക്കും. അതായത് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്, പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും എന്ത് തുല്യമായിരിക്കും?
ഇതിന്റെ രണ്ടിന്റെയും ചാർജ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. പക്ഷെ ഇവ തമ്മിൽ മാസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്നും ഇദ്ദേഹം നിർണയിച്ചു. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തെളിയിച്ച സയന്റിസ്റ്റ് ആണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഇദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലൂടെ രണ്ട് കാര്യങ്ങളാണ് രണ്ട് അനുമാനങ്ങളിലാണ് ഇദ്ദേഹം എത്തിയത്. എന്തൊക്കെയാണത്? ആറ്റത്തിൽ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. അതേപോലെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗവും ഉണ്ടായിരിക്കും. ആ ഭാഗത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ദെൻ 1911 ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ട്, ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം മൊത്തമായിട്ട് അംഗീകരിക്കുകയാണ്. ദെൻ 1920 പോസിറ്റീവ് ചാർജിന് കാരണമായിട്ടുള്ള കണങ്ങളെ പ്രോട്ടോൺ എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമായിരിക്കും. ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമായിരിക്കും. അതേപോലെ ഇതിന്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഏണസ്റ്റ് റുദർഫോർഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാം എന്നും അദ്ദേഹം പ്രവചിച്ചു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജെയിംസ് ചാഡ്വിക് എന്ന സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ആറ്റത്തിലുള്ള നെഗറ്റീവ് ഗണമായിട്ടുള്ള ഇലക്ട്രോണിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെ തോംസൺ. ദെൻ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന്റെ സാന്നിധ്യം തെളിയിച്ച വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഈ ഏണസ്റ്റ് റുദർഫോർഡ് ശിക്ഷണത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ജെയിംസ് ചാഡ്വിക്. ഇങ്ങനെ റുദർഫോർഡിന്റെ ശിക്ഷണത്തിൽ പഠിക്കുകയും പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ജെയിംസ് ചാഡ്വിക് 1932 ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനേക്കാളും മാസുള്ളതുമായിട്ടുള്ള കണമുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുകയാണ്. ഇങ്ങനെ ചാർജ് ഇല്ലാത്ത ഈ കണമാണ് ന്യൂട്രോൺ എന്നറിയപ്പെടുന്നത്. ചാർജ് ഇല്ലാത്ത ഈ കണമാണ് ന്യൂട്രോൺ എന്നറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെക്കാളിലും കൂടുതലായിരിക്കും. ഇവ രണ്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലായിരിക്കും. സോ മാസ് ഉള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലായതിനാൽ ഒരാറ്റത്തിന്റെ മാസ് മുഴുവൻ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇനി ഇതുവരെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമുക്കൊന്ന് ഷോർട്ടായിട്ട് നോക്കാം. എന്താണ്? ഏതൊരു മൂലകത്തിലെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. ഇതിൽ ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടായിരിക്കുകയില്ല. ഇവയാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇവ മൂന്നും കൊണ്ടാണ് ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു മൂലകങ്ങളുടെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് 3 പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇവ മൂന്നും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവയുടെ മൂന്നിന്റെയും സവിശേഷതകളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. ഈ പേരുകൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ദെൻ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവയുടെ മാസുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവായിരിക്കും. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമായിരിക്കും. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമായിരിക്കും പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്. അതേപോലെ ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നതും
പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നതും ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമായിരിക്കും. ദെൻ ഇവയിൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് നോക്കാം. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇലക്ട്രോൺ എവിടെയായിരിക്കും കാണപ്പെടുന്നത്? ന്യൂക്ലിയസിന്റെ പുറത്തായിട്ടായിരിക്കും ഇലക്ട്രോണുകളെ കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന്റെ പുറത്തായിരിക്കും ഇലക്ട്രോണുകളെ കാണപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, 3 കണങ്ങളാണ് ആറ്റത്തിലുള്ളത്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ദെൻ പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നതും ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നതും ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമായിരിക്കും. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മാസായിരിക്കും അതിനുണ്ടായിരിക്കുക. ദെൻ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുന്നത്. പക്ഷെ ഇലക്ട്രോണിനെ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന്റെ പുറത്തായിരിക്കും. 9ാം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ 1ാമത്തെ ചാപ്റ്ററിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു.